മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ റോ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആദ്യമായി പങ്കുവെക്കുന്ന സ്റ്റോറി ലൈൻ അപ്ഡേഷൻ അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. പെൻഡ വേഴ്സസ് ന്യൂ ഡേ ടീമിലെ അംഗമായ സാവിയർ വുഡ്സിനെതിരെ കളിക്കുന്ന ഒരു 1-on-1 മത്സരമാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ക്ലാഷ് ഇൻ പാരീസ് എന്ന അടുത്ത WWE പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ഒരു ഫേറ്റൽ ഫോർവേ മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. സെത്തിനെ കൂടാതെ മെയിൻ ഇവൻറ്റ് ജെ ഊസോ, CM പങ്ക്, LA നൈറ്റ് തുടങ്ങിയവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേറ്റൽ ഫോർവേയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് ആരാണ് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസിനെ എന്തുകൊണ്ട് ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം റോമൻ റെയിൻസിൻ്റെ നിലവിലെ സ്റ്റോറി സെത്ത് റോളിൻസിന് എതിരെയും സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷന് എതിരെയുമാണ്. അത്തരത്തിലാണ് റെസ്ൽമേനിയയിലും ഒക്കെ സ്റ്റോറി ഇവർ കൊണ്ടുവന്ന് ഇപ്പോൾ സമ്മർ സ്ലാം വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ റോമൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായ സെത്തിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരു ഫേറ്റൽ ഫോർവേ നടക്കുമ്പോൾ റോമൻ റെയിൻസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം ആയിട്ട് പോലും റോമൻ റെയിൻസിനെ എന്തുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പലർക്കും സംശയമായിട്ടുള്ളത്. അതിനു മുൻപ് ഈ മത്സരത്തിലേക്ക് സെത്തിനെ കൂടാതെ ആഡ് ചെയ്തിട്ടുള്ള 3 റെസ്ലേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് മെയിൻ ഇവൻറ്റ് ജെ ഊസോയാണ്. മെയിൻ ഇവൻറ്റ് ജെ ഊസോ അദ്ദേഹം വേൾഡ് ടൈറ്റിൽ പരാജയപ്പെട്ടതിന് ശേഷം റീമാച്ച് കിട്ടാത്ത റെസ്ലറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു റീമാച്ച് കൊടുത്തു എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ റെസ്ലർ LA നൈറ്റ് ആണ്. നമുക്കറിയാം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ സെത്ത് റോളിൻസിനെ പിൻഫോളിലൂടെ LA നൈറ്റ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സെത്തിന് ഇഞ്ചുറി ആണെന്ന് കാണിച്ച ഇവൻറ്റ് അതായിരുന്നു. എന്നാൽ ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന റോ എപ്പിസോഡിൽ ആദ്യമായിട്ട് സെത്ത് റോളിൻസ് വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് LA നൈറ്റിനെതിരെയാണ്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു. അപ്പോൾ LA നൈറ്റിനും ഒരു റീമാച്ചിൻ്റെ അവസരം അവിടെയുണ്ട്. പിന്നീട് വരുന്നത് സൂപ്പർ താരമായ CM പങ്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം സമ്മർ സ്ലാമിൽ സെത്ത് റോളിൻസ് അദ്ദേഹത്തിൻ്റെ MITB ബ്രീഫ് കേസ് CM പങ്കിനെതിരെ ക്യാഷ് ഇൻ ചെയ്തിട്ടാണ് ആ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ CM പങ്കിനും ഒരു റീമാച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ അവകാശമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 റെസ്ലേഴ്സിനെ ഈ ഫേറ്റൽ ഫോർവേയിലേക്ക് ആഡ് ചെയ്യാനുള്ള കാരണം. ഇനി റോമൻ റെയിൻസിനെ ആഡ് ചെയ്യാതിരുന്നതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് റോമൻ റെയിൻസ് ഈ ഒരു ടൈറ്റിൽ പിക്ചറിലേക്ക് വന്നാൽ റോമൻ റെയിൻസിൻ്റെ വിജയസാധ്യത അല്ലെങ്കിൽ റോമൻ റെയിൻസിനെ വിജയിപ്പിക്കേണ്ടി വരും. നിലവിൽ ഈ ടൈറ്റിലുമായിട്ട് റോമൻ റെയിൻസിന് വലിയൊരു സ്റ്റോറി അവർ കാണിച്ചിട്ടില്ല. റോമൻ റെയിൻസിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എപ്പോഴും ആ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. റോമൻ റെയിൻസിൻ്റെ അറ്റാച്ച്മെൻറ്റും ആ ഒരു ചാമ്പ്യൻഷിപ്പിനോടാണ്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ല. റോമൻ റെയിൻസിനെ ചതിച്ചവർക്കെതിരെയുള്ള റോമൻ റെയിൻസിൻ്റെ തിരിച്ചടിയാണ് റോമൻ റെയിൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിൽ റോമൻ റെയിൻസിൻ്റെ സ്റ്റോറിയിൽ ഒരു ശ്രദ്ധ ഉള്ളൊരു പോയിൻ്റ് അല്ല. അതുകൊണ്ട് റോമൻ റെയിൻസിനെ ഈ മത്സരത്തിൽ ആഡ് ചെയ്യേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിലും റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടാണ് ഒഫീഷ്യൽ ക്ലാഷ് ഇൻ പാരീസിൻ്റെ പോസ്റ്റർ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്നലത്തെ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിൽ ഞാൻ വളരെ കൃത്യമായി അത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. റോമൻ റെയിൻസിന് ക്ലാഷ് ഇൻ പാരീസ് എന്ന ഇവൻറ്റിൽ മത്സരം ഉണ്ടായേക്കും. അത് ആർക്കെതിരെ ആയിരിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോമൻ റെയിൻസിന് ഈ ഒരു വേൾഡ് ടൈറ്റിലിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആ സ്റ്റോറി ലൈനിലേക്ക് ഇപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു പിക്ചറിലേക്ക് ഇപ്പോൾ കടക്കണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് റോമൻ റെയിൻസിനെ ഫേറ്റൽ ഫോർവേയിൽ ആഡ് ചെയ്യാതിരുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ബെയ്ലി എന്ന വുമൻസ് ഡിവിഷനിലെ സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ബെയ്ലിയുടെ ഇക്കഴിഞ്ഞ കുറച്ചധികം മത്സരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ബെയ്ലി പരാജയപ്പെടുന്നത് പോലെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ആ മത്സരങ്ങളൊക്കെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ബെയ്ലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹീറോ ടൈപ്പ് ക്യാരക്ടറിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള റൂമേഴ്സ് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പ്രൊമോ ബെയ്ലിയുടെ ഭാഗത്ത് നിന്ന് റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ബെയ്ലി കുറച്ചും കൂടി ഒരു മാനസിക നില തെറ്റിയ ഒരു റെസ്ലറായിട്ട് മാറുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ചിരികളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു അവസാനമാണ് ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഒരു വില്ലനിലേക്കുള്ള തരത്തിൻ്റെ തിരിച്ചുപോക്കിൻ്റെ സൂചന നൽകുന്നുണ്ട്. വില്ലൻ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള വില്ലന്മാരെ പോലെയല്ല, കുറച്ച് മെൻ്റലി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു റെസ്ലറാക്കി കാണിക്കാൻ സാധ്യതയുണ്ട്. ബെയ്ലി ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കാം മിക്കവാറും ഇനി വരുന്ന ആഴ്ചകളിലൂടെ ബെയ്ലി തുടക്കം കുറിക്കാൻ പോകുന്നത്. ലൈറ വാൽക്കീരിയ എന്ന മുൻ ഇന്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻ തന്നെയായിരിക്കും
ബെയ്ലിയുടെ ആദ്യ എതിരാളി എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബെയ്ലിയുടെ പുതിയ ക്യാരക്ടർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് കൗതുകമുള്ള ഒരു ചോദ്യമാണ്. അത് ഇനി വരുന്ന റോ എപ്പിസോഡുകളിലൂടെ കണ്ടു തന്നെ അറിയാം. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന അടുത്ത ഒരു സ്റ്റോറി ലൈൻ ഘട്ടം കൂടി നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ഞാനൊരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സാമി സെയിനും സോളോ സിക്കോവയും തമ്മിലുള്ള സ്റ്റോറി ആരംഭിച്ചിരിക്കുന്നത് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച ഫാക്ഷൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഒരൊറ്റ രാത്രിക്ക് വേണ്ടിയിട്ടല്ല അവർ സാമി വേഴ്സസ് സോളോ സ്റ്റോറി അല്ലെങ്കിൽ മത്സരം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റൂസോ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത് സാമി സെയിനെതിരെ സോളോ സിക്കോവയും അദ്ദേഹത്തിൻ്റെ MFT എന്ന് പറയുന്ന മൈ ഫാമിലി ട്രീ എന്ന് പറയുന്ന ഫാക്ഷനും ആക്രമണം നടത്തുമ്പോഴാണ്. അപ്പോൾ സോളോ വന്നിട്ട് സാമിയെ ആക്രമിക്കുന്നത് ഇനി എന്തായാലും ഇതിനൊരു തിരിച്ചടി സാമി സെയിൻ കൊടുക്കും. അപ്പോൾ സാമി സെയിൻ്റെ കൂടെ മറ്റ് റെസ്ലേഴ്സും ജോയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ ജേക്കബ് ഫാറ്റു ഉണ്ടായേക്കാം, ജിമ്മി ഊസോ ഉണ്ടാക്കിയ, ചിലപ്പോൾ ജെ ഊസോ വരെ വന്നേക്കാം, ചിലപ്പോൾ അവസാനം റോമൻ റീൻസ് വരെ അതിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് അവർ കാണിച്ചേക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ബ്ലഡ് ലൈൻ്റെ ഒരു റീയൂണിയൻ നടത്തുമെന്നല്ല, അതിൻ്റെ സാധ്യതകൾ അവർ തുറന്നിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി സാമി സെയിൻ്റെയും സോളോ സിക്കോവയുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റോയലും സ്മാക്ഡൗണിലും ഒക്കെയായി ഈ സ്റ്റോറി മുന്നോട്ടേക്ക് പോകുന്നത് വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയർത്താനും സാധ്യതകളുണ്ട്. ആറാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് മെക്സിനി ഡുപ്രി എന്ന യുവ താരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ബെക്കി ലഞ്ച് മെക്സിനി ഡുപ്രിയെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നഡാലിയ എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെതിരെ ബെക്കി ലഞ്ച് ഇനി വരുന്ന ആഴ്ചകളിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നഡാലിയയെ ബെക്കി ലഞ്ച് ആക്രമിക്കുന്ന പോലെയുള്ള ഒരു ഭാഗം കാണിച്ചിട്ടാണ് റോ എപ്പിസോഡിൽ ആ സെഗ്മെൻറ്റ് അവസാനിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ നയോമിക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് WWE ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ച് ആ വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ റോ എപ്പിസോഡിൽ നയോമി വേഴ്സസ് ഇയോ സ്കൈ തമ്മിലുള്ള വുമൻസ് വേൾഡ് ടൈറ്റിൽ മത്സരം നടക്കേണ്ടതായിരുന്നു. പക്ഷേ നയോമിക്ക് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെ മെഡിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തത് കൊണ്ട് ആ മത്സരം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിലൂടെ ഇയോ സ്കൈയും റോക്സിനി പെരസും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു രണ്ട് പേരുടെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചത്. ഇയോ സ്കൈയുടെ മത്സരങ്ങളിലൊക്കെ താരത്തിൻ്റെ പ്രകടനം എത്രത്തോളം ആണോ ആ ഒരു രീതിയിൽ തന്നെ ഈ പ്രാവശ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മത്സരത്തിൽ റോക്സിനി പെരസ് ഇയോ സ്കൈ എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ആ പരാജയത്തിലേക്ക് നയിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് റെഗൽ റോഡ്രിഗസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ പരാജയം അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ കബൂക്കി വാരിയേഴ്സിലെ ആസ്ക, കൈറി സെയിൻ തുടങ്ങിയവർ റോക്സിനി പെരസിനെ ആക്രമിക്കാനും ഇയോ സ്കൈയെ സഹായിക്കാനും വേണ്ടി റിംഗ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ച പോലെ ആയില്ല. ഈ കബൂക്കി വാരിയേഴ്സിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഇയോ സ്കൈ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നില്ല. എന്നാൽ റോക്സിനി പെരസ് നേരെ ഇയോ സ്കൈ ഇവരെ ദേഹത്തേക്ക് തള്ളിയിടുന്നു. തിരിഞ്ഞു വന്ന ഇയോ സ്കൈയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്സിനി പെരസ് മത്സരത്തിൽ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും കബൂക്കി വാരിയേഴ്സും ഇയോ സ്കൈയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇവിടെ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ആസ്കയും ഇയോ സ്കൈയും തമ്മിലുള്ള മത്സരം വരുന്നതിൻ്റെ സാധ്യതകളും ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇപ്പോൾ വുമൻസ് ഡിവിഷനിൽ റോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേഷൻ. ബാക്കി അപ്ഡേറ്റ്സ് നാളത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.